ആ നിലയിൽ പൊതുവിലുള്ള ആത്മീയ ബന്ധത്തോടുകൂടെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെയും അടിസ്ഥാന വിശ്വാസ സത്യങ്ങളെ അടിസ്ഥാനമാക്കിയും നാം എല്ലാവരും ഒന്നാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ അവനവനിസം പാലിച്ചുകൊണ്ട് ഓരോരുത്തരും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനല്ല, ഉപദേശങ്ങളും സത്യകാര്യങ്ങളിലും ഏകമായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഏർപ്പാടുകളിലും സഹകരണത്തിലും മറ്റു സഭകളുമായി സഹകരണമുണ്ടാകണം. മറ്റു സഭകളുമായി വാസ്തവത്തിലുള്ള ഒരാത്മീയ ബന്ധം നമുക്കുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടമായിട്ട് കേരളത്തിൽ നമുക്ക് അറിയപ്പെടാൻ കഴിയും. അങ്ങനെയുള്ളതായ നാം പല നിലയിലുള്ള ഒരു സഹകരണത്തിൽ മുമ്പോട്ട് വരുവാൻ കഴിഞ്ഞാൽ ഇത്ര വളരെ ആളുകളുള്ള ഒരു സഭ കൂട്ടമാണ് ഇവരെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ഒരു മന്ത്രിക്കും എതിർക്കുവാൻ കഴിയുകയില്ല, ഒരു ഗവൺമെന്റിനും എതിർക്കുവാൻ കഴിയുകയില്ല, ഒരു കോടതിക്കും നിരോധിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ സഭയുടെ ആവശ്യങ്ങളോ ഭരണങ്ങളോ കാര്യങ്ങളോ ഒക്കെ തീരുമാനിക്കുവാൻ അതത് സഭയ്ക്ക് തന്നെയാണ് അതിന്റെ അധികാരങ്ങളുള്ളത്. നമ്മുടെ സഭയിൽ ആര് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം, ഈ കാര്യം ഒന്നും പറയുവാനും നിങ്ങൾ എന്ത് പേരെടുക്കണമെന്ന് പറയുവാനോ യാതൊരു ഗവൺമെന്റിനും അധികാരമില്ല, ഒരു വ്യക്തിക്കും അധികാരമില്ല. അതൊക്കെ നമ്മുടെ കാര്യമാണ്. നമ്മൾ ഏത് എടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. നിങ്ങൾ ഇന്ന പേരെടുക്കണം അല്ലെങ്കിൽ ഇന്ന പേരെടുക്കരുത് ഏടില്ല എന്ന് പറയാനുള്ള യാതൊരു അവകാശം അവർക്ക് ആർക്കുമില്ല. നമ്മുടെ ഗവൺമെന്റിനെ മാനിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. അത് വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 13-ാം അധ്യായത്തിൽ പറയുമ്പോൾ ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെടണം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെടണം എന്ന് പറയുമ്പോൾ എല്ലാ അധികാരങ്ങൾക്ക് കീഴ്പ്പെടണമെന്നല്ല. ശ്രേഷ്ഠ അധികാരങ്ങൾ വളരെ വിപുലമായ അർത്ഥമുള്ള പദപ്രയോഗമാണ് പൗലോസിന്റെ പദപ്രയോഗം. എല്ലാ അധികാരങ്ങൾക്കും നമ്മൾ സമ്മതിച്ചു കൊടുക്കണമെന്നല്ല, നേരെ മറിച്ച് ഭരണഘടന പ്രകാരം നിയമപ്രകാരം ധാർമ്മിക നിയമങ്ങൾക്ക് അനുസരണമായ നിലയിൽ, ദേശത്തെ നിയമത്തിന് അനുസരണമായ നിലയിൽ, ഭരണഘടനയ്ക്ക് അനുസരണമായ നിലയിൽ നിയമങ്ങൾ ഉണ്ടാക്കുകയോ ഭരണം നടത്തുകയോ ചെയ്താൽ അതിനെ അനുസരിക്കുവാനും മത്സരിക്കാതിരിക്കുവാനും പ്രതിഷേധിക്കാതിരിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. അത് വാസ്തവത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. എന്നാൽ അതേ സമയത്ത് വേദപുസ്തകത്തെ പരിചുകീരി ചവിട്ടിക്കളയുകയും വേദപുസ്തകം ചെന്ന് പ്ലെയിനിൽ ഇറങ്ങിയാലുടൻ വലിച്ചുകീറി പരസ്യമായിട്ട് ചവിട്ടി മെതിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ നമ്മുടെ ഈ ലോകത്തിലുണ്ട്. അങ്ങനെയുള്ളിടത്ത് നമ്മുടെ ആളുകൾ ജോലി നോക്കുകയും കഴിയുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ അതിന് പൂർണ്ണമായിട്ട് അനുകരിക്കുവാനോ നമുക്ക് സാധ്യമല്ല. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ നമ്മുടെ ജീവിതത്തെ അവഗണിക്കുകയോ നമ്മുടെ വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെ അതേ നിലയിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. ന്യായമായും ഭരണഘടനയ്ക്ക് അനുസമാനും ധാർമ്മിക പ്രമാണങ്ങളെ മാനിച്ചുകൊണ്ടുണ്ടാക്കുന്ന എല്ലാ ഗവൺമെന്റുകളെയും ആദരിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് കടപ്പാടുണ്ട് എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ദൈവമക്കളായിരുന്ന നമുക്ക് വളരെ അഭിമാനിക്കാൻ കഴിയും. ലോകത്തിലുള്ള ഏതൊരു കൂട്ടത്തേക്കാൾ, ലോകത്തുള്ള ഏതൊരു സഭയേക്കാൾ ക്രിസ്തീയ നാമമെടുത്ത് 100 കണക്കിന് സഭകളുള്ളതിൽ ഏറ്റവും അധികമായി ധാർമ്മിക പ്രമാണങ്ങളെ ആദരിക്കുന്നവർ ലോകത്തെ എവിടെയെങ്കിലും ചെന്ന് നോക്കുക, ആ സെൻട്രൽ ജയിലുകൾ സന്ദർശിക്കുക, ഒരു സഭയുടെ നാമത്തിൽ ഏറ്റവും പിന്നിൽ വല്ല കൊള്ളക്കാരായി ബ്രദറുകാരെന്ന് പേരെടുത്തവരുണ്ടെങ്കിലും ബ്രദറുകാരുടെ ഏറ്റവും കുറവായിരിക്കും. എന്തുകൊണ്ട്? ധാർമ്മിക പ്രമാണങ്ങളെ ആദരിക്കുന്നവരാണ്, ദൈവപ്രമാണങ്ങളെ മാനിക്കുന്നവരാണ്, പരസ്പര സ്നേഹത്തെ ആദരിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ മറ്റുള്ളവരാൽ പോലും ആദരിക്കപ്പെടുന്നവരാണ്. ആ മനോഭാവവും ആ നടപ്പും വിശ്വാസികൾക്ക് അന്യോന്യം ഉണ്ടായിരിക്കണം, സഭകൾക്ക് തമ്മിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ പ്രിയ സഹോദര സഹോദരിമാരെ, നാം എത്ര കാലം കർത്താവ് വരുവാൻ താമസിക്കുകയും ഇവിടെ ജീവിക്കുകയും ചെയ്യുകയും നമ്മുടെ തലമുറകളിൽപ്പെട്ട് അനേകർ മാറിപ്പോവുകയും പിന്നെയും കർത്താവ് വരുവാൻ താമസിക്കുകയും ചെയ്താൽ ഈ ബ്രദറൻ സഭകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ മറ്റുള്ളവരുടെ മുമ്പാകെ ആദരിക്കത്തക്കതും മാനിക്കത്തക്കതുമായ ഒരു പ്രസ്ഥാനമായി തീരുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാം ഇവിടെ ഓർത്തതുപോലെ ചിന്തിച്ചതുപോലെ ആ കാഴ്ചപ്പാടോടുകൂടെ നാം വാസ്തവത്തിൽ ബ്രദറൻ വിശ്വാസ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടമായി കഴിയുവാൻ അങ്ങേയറ്റം വാസ്തവത്തിൽ വിട്ടുവീഴ്ചകളോടുകൂടെ, സഹതാപത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ നമ്മുടെ ചില മുടിവാശികളൊക്കെ വിട്ടുകളഞ്ഞിട്ട് വിട്ടുവീഴ്ചകളോടുകൂടെ സഭകൾ തമ്മിലുള്ള ഐക്യം പാലിക്കണം, സഭകൾ തമ്മിലുള്ള ബഹുമാനം പാലിക്കണം.
സഹോദരന്മാർ തമ്മിലുള്ള ബഹുമാനം പാലിക്കണം. അതിനെക്കുറിച്ചോടെ പറയുന്ന ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അന്യോന്യമുള്ള സ്നേഹത്തിൽ സഭകളും തമ്മിലുള്ള സ്നേഹത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ ബ്രദറൻ സഭ വാസ്തവത്തിൽ വളരുവാൻ, പുരോഗമിക്കുവാൻ ഇടയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് വാസ്തവത്തിൽ ഒരു എഴുന്നേൽപ്പിന്റെ അനുഭവമാണ് ഉണ്ടാകേണ്ടത്. നമുക്ക് വാസ്തവത്തിൽ ഒരു ആത്മീക ഉണർവിന്റെ അനുഭവമാണ് ഉണ്ടാകേണ്ടത്. നാം ഒന്നിച്ചു ചേരത്തക്കോണം ഐക്യബോധമുള്ളവരായി, പരസ്പര സ്നേഹമുള്ളവരായി, സഭയും തമ്മിൽ, അയൽ സഭകളും തമ്മിൽ ബന്ധപ്പെടുന്നവരായിട്ട് കഴിയത്തക്കവണ്ണം ഒരു പുതിയ തീരുമാനത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയണം. ഇവിടെ പ്രത്യേകിച്ച് അധ്യക്ഷനും മറ്റുള്ളവരും ഓർപ്പിച്ചതുപോലെ ഇതിന്റെ പേരിൽ ഒരു സഭയ്ക്ക് ഒരു ബോർഡോ, ഇതിന്റെ പേരിൽ സഭകൾക്കെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മേലധികാര കമ്മിറ്റിയോ യാതൊന്നും ഉണ്ടായിരിക്കുവാൻ പാടുമില്ല. അത് വചനാനുസരണമല്ല. അതേ സമയത്ത് ഇവിടെ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ യോഗം വിളിച്ചു കൂട്ടാൻ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ഈ യോഗം വിളിച്ചു കൂട്ടുവാൻ ഒരു സംഘം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതാത് സന്ദർഭത്തിന് ആവശ്യമായ കാര്യങ്ങൾ ആലോചിക്കുവാനും തീരുമാനിക്കുവാനും ഒരു കൺസൾട്ടേഷൻ കമ്മിറ്റി, മറ്റൊന്നുമല്ല, ഒരു കൺസൾട്ടേഷൻ ഒരു ആലോചനാ കമ്മിറ്റി, അധികാര കമ്മിറ്റി അല്ല, പരസ്പരം ആലോചിച്ച് കൂടുവാനുള്ള ഒരു കമ്മിറ്റി ആയിട്ട് ഇരിക്കണം. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇവിടെ ചിന്തിച്ച കാര്യങ്ങളെ, കേട്ട കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുകയും ഇനിയുള്ള ഇതിന്റെ കൂടിവരവുകൾ കൂടുതലായിട്ട് സംബന്ധിച്ച് എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടതെന്നുള്ള ആ ഭാഗത്തേക്ക് വരണം. ഇപ്പൊ ചിലർ പറഞ്ഞ് ആ അനുഷ്ഠാനങ്ങൾ നമ്മൾ കേട്ടത് മാത്രമേ ഉള്ളൂ, അതിനെക്കുറിച്ച് കൂടുതലൊക്കെ നമുക്ക് പറയുവാൻ സാധ്യമല്ല. നമുക്ക് പറയാവുന്ന അഭിപ്രായങ്ങൾ പറയുവാനും സ്വീകരിക്കാവുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കുവാനും, പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ സ്ഥലം സഭയുടെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സഭയുടെ മൂപ്പന്മാരുടെ ഭരണവും അതുപോലുള്ള കാര്യങ്ങൾ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി അംഗീകരിക്കുകയും മറ്റുള്ള ഏതെങ്കിലും അധികാരങ്ങൾക്കോ പുറത്തുനിന്നുള്ളവരുടെ ഇടപാടുകൾക്കോ, പുറത്തുനിന്നുള്ളവർ ആരെങ്കിലും നമ്മുടെ സഭയിൽ ആരെങ്കിലും മുടക്കുവാനോ, പുറത്തുനിന്നുള്ളവർക്ക് ആർക്കെങ്കിലും നമ്മുടെ സഭയുടെ മേൽ ആലോചന പറഞ്ഞതിന്റെ ശരിയിൽ ആരെയെങ്കിലും പുറത്തുവാക്കുവാനോ യാതൊരു അധികാരവുമില്ല. അങ്ങനെ അധികാരമുള്ള ഒരു പ്രസ്ഥാനവും നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു സഭയിൽ നിന്ന് അവരിൽ ആളുകളെ പുറത്തുള്ളത്തേക്കൊണ്ണം സഭാംഗമല്ലാത്ത പുറത്തുള്ള ഒരാൾക്ക് യാതൊരു നടപടിയും എടുക്കുവാനും ഒരിക്കലും അധികാരമില്ല. അങ്ങനെ അധികാരമുണ്ടെങ്കിൽ അത് പ്രയോഗിച്ചവരെ വാസ്തവത്തിൽ ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ് നാം അറിഞ്ഞിരിക്കണം. നമുക്ക് മുമ്പോട്ട് പോകാൻ നിർവാഹമല്ലോ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ആത്മാവിന്റെ ഐക്യത, സഭകൾ തമ്മിലും സഹോദരന്മാർ തമ്മിലും ആത്മാവിന്റെ ഐക്യത പാലിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ മുമ്പാകെ ജീവിക്കാം. കർത്താവ് വരുവാൻ താമസിച്ചാൽ നമ്മുടെ തലമുറകൾ അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി ഭവിക്കട്ടെ. നമ്മുടെ ആത്മീയ കൂട്ടങ്ങൾ ആ നിലയിൽ വരുവാൻ ഇടയാകട്ടെ. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തത് കൃതജ്ഞതാ പ്രകടനം. എബ്രഹാം തോമസ്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ, നമ്മുടെ ഉപദേഷ്ടാവ് സ്കറിയാച്ചായന്റെ സന്ദേശം ആത്മാവിൻ്റെ ഐക്യതയിലും സഹോദരി ബന്ധത്തിലും നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സമൂഹമായിട്ട് കർത്താവ് വരുവാൻ താമസിക്കുന്നെങ്കിൽ അടുത്ത നാളുകളിലും ജീവിക്കുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഈ സന്ദേശം നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, നമ്മുടെ സഭകളിലെ സഹോദരി സഹോദരന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, യുവതി യുവാക്കന്മാർക്ക് പകർന്നു കൊടുക്കുവാനും ഇടയായിത്തീരണം. വാസ്തവത്തിൽ ഒരു പ്രധാനക്കാരൻ എന്നുള്ളതിൽ എത്രമാത്രം അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെയുള്ളവരാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. 111 കൊല്ലത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായത്. ആ സന്ദർഭത്തിൽ ദൈവജനം ഒരുമിച്ച് കൂടി, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ സഭകളുടെ ഐക്യത്തിന് വേണ്ടി, കർത്താവ് വരുവാൻ താമസിച്ചാൽ സുവിശേഷ വേലയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് ഈ ഇന്ത്യയിൽ നിൽക്കുവാൻ ഒരുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് കേരളത്തെക്കാൾ ഉപരിയായി കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ, സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും നമ്മുടെ സഹോദരന്മാർ കർത്താവിന്റെ വേലയിൽ അത്യധ്വാനം ചെയ്തതിന്റെ ഫലമായി നൂറുകണക്കിന് വിശ്വാസികളും അനേക പുതിയ സ്ഥലം സഭകളും രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കുവാൻ കഴിയുന്നതിന്റെ കാരണം ഇതിന്റെ പിൻബലമായി നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, മൈൽസ്റ്റോൺ സ്പീക്സ് വോളിയംസ്, വെൽ ഡൺ thus far, great are the achievements but greater are still undone. നാം നേടിയെടുത്തതും
നമുക്ക് പറയുവാനും അനേക കാര്യങ്ങളുണ്ടെങ്കിലും ഗ്രേറ്റർ ആർ സ്റ്റിൽ അണ്ടൺ, നാം ചെയ്തു തീർക്കുവാനുള്ളതാണ് വലിയത്. എന്താണ് ഏറ്റവും വലുതായിട്ട് ചെയ്തു തീർക്കുവാനുള്ളത്? ഭാരത സുവിശേഷീകരണത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ, സ്ഥലം സഭകളായിട്ട്, വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട് മുന്നേറുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ